നമസ്കാരം. ആയുഷ്കാമി ആയുർവേദയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അമിത ക്ഷീണം. അതായത് നമ്മൾക്ക് ശരിയായ രീതിയിൽ ഉറങ്ങിയിട്ടും ശരിയായ രീതിയിലൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും പ്രോപ്പർ റെസ്റ്റ് എല്ലാം കിട്ടിയിട്ടും നമുക്ക് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാവുന്നത്, എന്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി അതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ഷീണങ്ങൾ നമുക്ക് വരാറുണ്ട്. ഒന്ന് നോർമൽ ടയർഡ്നെസ്, മറ്റൊന്ന് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഫാറ്റിക്. നോർമൽ ടയർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു വർക്ക് ചെയ്ത് അധികം ഭാരം പൊക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ട് വരിക, അങ്ങനെ നമ്മൾ ശരീരം എക്സോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്ഷീണം, തളർച്ചയാണ് നോർമൽ ടയർഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് അൺഎക്സ്പ്ലെയിൻഡ് ഫാറ്റിക്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ, അതായത് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയിട്ട് പ്രോപ്പർ ഉറക്കം കിട്ടി ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന ഒരു ക്ഷീണത്തെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഫാറ്റിക് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് അൺഎക്സ്പ്ലെയിൻഡ് ഫാറ്റിക് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അനീമിയ, രക്തക്കുറവുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ എല്ലാം കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു തളർച്ച വരാറുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്ന കൂടുതലുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഒക്കെ സ്കിന്നിനൊരു കളർ ചേഞ്ച്, പെയിൽ കളർ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളുടെ മുടി കൊഴിച്ചിൽ, ക്ഷീണം, ഭയങ്കരമായിട്ട് നമ്മൾ തളർങ്ങി വരിക, തലകറക്കം വരിക, അങ്ങനത്തെ ക്ഷീണങ്ങളാണ് അനീമിയ കൊണ്ടുണ്ടാവുന്ന തളർച്ചയ്ക്ക്, ക്ഷീണത്തിന് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് പ്രശ്നം ഉണ്ടെങ്കിൽ, സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മളുടെ മെറ്റബോളിസം ഒന്നും കറക്റ്റായിട്ട് നടക്കാതെ നമുക്ക് ശരീരത്തിന് ക്ഷീണം, തളർച്ച മുതലായവ കാണാൻ സാധിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക്, ഷുഗർ കൺട്രോൾഡ് അല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു മെറ്റബോളിസം ഇല്ലാതെ വരുമ്പോൾ, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ടയർഡ്നെസ്, തുടർച്ചയായിട്ടുള്ളൊരു ക്ഷീണം അവർക്ക് അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു കാര്യമാണ് ഉറക്കക്കുറവ്. സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും ഇതുപോലെ തന്നെ ക്ഷീണം സംഭവിക്കുക. അതായത് നമ്മുടെ ഉറക്കം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ മുറിഞ്ഞു പോകുക, ഉറക്കം മുറിഞ്ഞു പോകുന്നവർക്കും ഈ ക്ഷീണം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊരു കാര്യമാണ് സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ. ശരിക്കും നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വിഷമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നതാണ്. ഒരു കാര്യമാണ് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വിറ്റാമിൻ B12, D, അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് തളർച്ച, ക്ഷീണം അതൊക്കെ അനുഭവപ്പെടുന്നതാണ്. ഉള്ളത് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അപ്പൊ നമുക്ക് ചെസ്റ്റിനൊക്കെ ഒരു ടൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബ്രെത്ത്ലെസ്നെസ്, ഷോർട്ടേജ് ഉണ്ടാവും, ശ്വാസം മതിയാകുന്ന രീതിയിൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥയൊക്കെ വരും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ എമർജൻസി കണ്ടീഷൻസ് ആണ്, ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട കണ്ടീഷൻസ് ആണ് ഇതെല്ലാം. ഇനിയുള്ളത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവാം. സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ മെനപ്പോസ് കഴിഞ്ഞിട്ട്, അതായത് മെൻസസ് സ്റ്റോപ്പ് ആയതിനു ശേഷം ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ടയർഡ്നെസ് ഒക്കെ, വീക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ്, പ്രഗ്നന്റ് ആയ സ്ത്രീകളിലും അങ്ങനത്തെ ക്ഷീണമൊക്കെ നമുക്ക് കാണാറുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ഷീണം വരുമ്പോൾ, അതായത് ഒരു കാരണമില്ലാതെ, അതായത് പ്രോപ്പർ റെസ്റ്റ് എല്ലാം കിട്ടിയിട്ട് നമുക്ക് ക്ഷീണം വരുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ട റെഡ് ഫ്ലാഗ്സ് ഏതൊക്കെയാണ്, ഒരു 4 കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനത്തേത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ തളർച്ചയുടെ ഒപ്പം തന്നെ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ തളർച്ച, അതേപോലെ തന്നെ വെയിറ്റ് ലോസ്, നിങ്ങളുടെ ശരീരഭാരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ തളർച്ചയുടെ ഒപ്പം തന്നെ തുടർച്ചയായിട്ട് പനി വരിക, രാത്രിയൊക്കെ ഒരുപാട് അങ്ങനെ വിയർക്കുന്ന, അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിച്ചാലും അതൊരു അർജന്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട സൈൻസ് ആണ്. മറ്റൊന്ന് ക്ഷീണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്വാസം മതിയാവുന്ന രീതിയിൽ, ശ്വാസ തടസ്സം അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്,
നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ശ്വാസം കിട്ടുന്നില്ലെങ്കിലും ഇങ്ങനത്തെ 4 കണ്ടീഷൻസ് വരുമ്പോൾ അത് എമർജൻസി ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കണ്ടീഷൻസ് ആണ് ഇത് 4 പിന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ശരിയായ രീതിയിൽ കിട്ടുക. അതുപോലെ തന്നെ ചെറിയ വ്യായാമങ്ങൾ, ചെറിയ രീതിയിൽ നടക്കുക, ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യുക, പ്രാണായാമ പോലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു ക്ഷീണം നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ എന്താണ് ഇതിന്റെ റീസൺ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക, മെഡിസിൻസ് എടുക്കുക. അപ്പൊ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ശരിയായൊരു പ്രോപ്പർ ഹെൽത്ത് കിട്ടുന്നതാണ്. അപ്പൊ എപ്പോഴും നമ്മളിപ്പോ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ക്ഷീണം, ഒന്നും ചെയ്യുന്നില്ല, മര്യാദ ശരിക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, എന്നാലും ക്ഷീണം എന്ന് പറയുന്ന നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് വേണ്ട എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്. അതാരും തള്ളിക്കളയരുത്. ക്ഷീണം എന്ന് പറയുമ്പോൾ അതാരും തള്ളിക്കളയരുത്. അവർക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ടോ ആയിരിക്കും ആ ക്ഷീണം വരുന്നത്. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാവരും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കൺസൾട്ടേഷനോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.